നമസ്കാരം. MDയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നാനാജി ഫോറസ്റ്റിലേക്കാണ്. കാട്ടിക്കുളത്ത് നിന്ന് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് കയറാൻ പറ്റുന്ന ഒരു കർണാടക ഫോറസ്റ്റാണ് നാനാജി, നാറുള്ള ഫോറസ്റ്റ്. സഫാരിയാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് വന്യജീവി കാഴ്ചകളുമായി വീണ്ടും എത്തുവാണ്. ഏവർക്കും സ്വാഗതം. കടുവയുടെ സാന്നിധ്യം പല സ്ഥലത്തും വിളിച്ചറിയിച്ച നാനാജി യാത്ര. സുഹൃത്ത് മനീഷും ഞാനും കാട് കയറുകയാണ്. ഒപ്പമുള്ളത് നോർത്തിൽ നിന്നുള്ള ആളുകളാണ്. കാട് കാഴ്ചകളുടെ കഥകൾ പറഞ്ഞ് കാട് കയറുമ്പോൾ ഇത്തവണ ഞങ്ങൾ JLR ജീപ്പിലാണ് കാഴ്ചകളിലേക്ക് കടന്നത്. അതിനു മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഒപ്പം കാഴ്ചകൾ മുഴുവനായും കാണുവാനും ശ്രമിക്കുമല്ലോ. ആദ്യ കാഴ്ചയിലെത്തിയത് ഉടുമ്പാണ്. മോണിറ്റർ ലിസാർഡ് എന്നറിയപ്പെടുന്ന ഉടുമ്പ് മരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന കിടിലൻ കാഴ്ച. മനീഷിൻ്റെ ക്യാമറ നിർത്താതെ ശബ്ദം പുറപ്പെടുവിക്കുന്നുണ്ട്. അധികം സൂം ചെയ്യാതെ തന്നെ അതിനെ പകർത്തി. മുന്നോട്ട് ചെല്ലുമ്പോൾ മുന്നിൽ സർപ്പൻ്റ് ഈഗിൾ എന്തിനു കൊത്തിയെടുത്ത് പറക്കുന്നു. പാമ്പാണെന്ന് തോന്നുന്നു. ദൂരെ ഒരു മരത്തിൽ കൊണ്ടുവച്ച് ചുറ്റുപാടൊന്ന് നിരീക്ഷിച്ചു. കാലിനിടയിൽ പൊളിയുന്ന ജീവിയുടെ തലയിൽ അതിൻ്റെ ബലിഷ്ഠമായ കൈകൾ അമർന്നു. മുറുകിയിരുന്ന ആ കൈകൾ അതിൻ്റെ ജീവൻ കളയുകയാണ് ഉണ്ടായത്. ജീവൻ പോയി എന്ന് ഉറപ്പിച്ചപ്പോൾ അതിൻ്റെ ചുണ്ടുകൾ കൊണ്ട് കൊത്തി ആഞ്ഞൊന്ന് വലിച്ചു. കഴിക്കുവാനുള്ള പുറപ്പാടിലാണ്. തൊട്ടടുത്ത് പച്ചക്കിളിയും മാനും എല്ലാം ഉണ്ട്. ഗ്രീൻ ബീ ഈറ്റർ എന്നറിയപ്പെടുന്ന പക്ഷിയാണ് എന്ന് തോന്നുന്നു. എല്ലാത്തിനെയും മാറി മാറി പകർത്തിക്കൊണ്ടിരുന്നു. കേരളത്തിലെ നാട്ടിൻപുറങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരിനം പക്ഷിയാണ് നാട്ടുവേലിത്തത്ത അല്ലെങ്കിൽ ഏഷ്യൻ ഗ്രീൻ ബീ ഈറ്റർ. കൊക്ക് വർഗത്തിൽപ്പെട്ട ഒരു പക്ഷിയും നമുക്ക് മുന്നിലുണ്ട്. പുല്ലുകൾക്കിടയിൽ നിന്നും കൊത്തിപ്പെറുക്കി നടക്കുന്നുണ്ടവ. മലയാള ഭാഷയിൽ കരിങ്കൊക്ക് അഥവാ കരുവാരക്കുരു എന്ന് ഈ പക്ഷിയെ അറിയപ്പെടുന്നു. ജലാശയങ്ങളുടെ സമീപത്തും പാടങ്ങളിലും എന്നുവേണ്ട ജലസാമീപ്യമുള്ള ഏതു സ്ഥലത്തും കരിങ്കൊക്കുകളുടെ ആവാസ കേന്ദ്രം കൂടിയാണ്. അണക്കെട്ടുകളോട് ഇവയ്ക്ക് പ്രത്യേക പ്രതിബദ്ധതയുണ്ട്. സിക്കോണിയ എന്ന ജാതിയിൽപ്പെട്ട കേരളത്തിൽ കാണുന്ന 6 പക്ഷികളിൽ ഒന്നാണ് കരിങ്കൊക്ക്. എണ്ണത്തിൽ ഇവ വളരെ കുറവായിരിക്കും. കന്യാസ്ത്രീ കൊക്ക് എന്നും ഇവയെ അറിയപ്പെടുന്നു.
വലിയ ജീവികളെ കാഴ്ചകളില്ലാതെ വരുമ്പോൾ നമ്മൾ തനിയെ ചുറ്റുമുള്ള പക്ഷികളിലേക്ക് ശ്രദ്ധിക്കുവാനും തുടങ്ങും. അങ്ങനെ ഒരു ദിനമാണിന്ന്. സന്തോഷേട്ടൻ്റെ ജീപ്പിലാണ് യാത്ര. നാനാച്ചിയിലെത്തുന്ന മലയാളികൾക്ക് സുപരിചിതനാണ് സന്തോഷേട്ടൻ. പായും പുലി എന്ന ലക്ഷങ്ങൾ കണ്ട കാഴ്ച പോയപ്പോഴും സന്തോഷേട്ടനാണ് ഒപ്പമുണ്ടായിരുന്നത്. ഇത്തവണ കാട് കയറും മുമ്പ് തന്നെ ആളുടെ കയ്യിലെ ക്യാമറയിലെ കാഴ്ചകൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നു പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം പോയപ്പോൾ കിട്ടിയതാണ്. ആനയെ ആക്രമിക്കാൻ വരുന്ന കടുവ കാഴ്ച. നിങ്ങൾ എടുത്തോളൂ, നിങ്ങളുടെ ചാനലിൽ ഇട്ടോളൂ എന്ന് പലതവണ ആൾ പറഞ്ഞിരുന്നു. എന്നിട്ടും അതിന് ഞങ്ങൾ തുനിഞ്ഞില്ല. കാരണം അത് നമ്മുടെ ദൃശ്യമല്ല. ആ ദൃശ്യങ്ങളിട്ട് നീതിയില്ലാത്ത കാട് കയറ്റത്തിന് ഞാനില്ല. സ്നേഹപൂർവ്വം ചിരിച്ചുകൊണ്ട് നിരസിച്ചു. ഓരോ ദൃശ്യങ്ങളിലും ഓരോരുത്തരുടെയും കയ്യൊപ്പുകളുണ്ട്. നമ്മളത് മാനിക്കണം. ചാനലിലെ ദൃശ്യങ്ങൾ കൂട്ടുവാൻ നമുക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. അത് മര്യാദയല്ല. കഷ്ടപ്പെട്ടെടുക്കുന്ന ദൃശ്യങ്ങൾ മറ്റുള്ളവർ എടുത്തുകൊണ്ടുപോയി അവരുടെ ചാനലിൽ ഇടുന്നത് പോലെ തന്നെയാണിത്. കാഴ്ചകൾ ഭാഗ്യമാണ്. ആ ഭാഗ്യം പിടിച്ചു വാങ്ങാൻ നമ്മളില്ല. കാഴ്ചകളിൽ മരം കുത്തിയും സർപ്പൻറ്റികളും പന്നിയും കാട്ടുപോത്തും എല്ലാം ഉണ്ട്. സാമ്പാർ ഡീറിൻ്റെ പേടിയോടുള്ള അലാം കോൾ മുഴങ്ങുന്നു. പല സ്ഥലത്തായി മ്ലാവുകൾ നിൽപ്പുണ്ട്. അവയെല്ലാം ഭീതിയോടെ നിലവിളിക്കുന്നു. വളർന്നു നിൽക്കുന്ന പുല്ലുകൾക്കിടയിലേക്ക് നോക്കിയാണ് അവ നിലവിളിക്കുന്നത്. വലതുവശത്തായി വണ്ടികൾ നിരന്നു നിൽക്കുന്നു. ഒരു വണ്ടിയുടെ ചലനം പെട്ടെന്ന് ശ്രദ്ധിക്കുകയുണ്ടായി. അവിടേക്ക് വണ്ടി ചെല്ലുമ്പോൾ നമ്മൾ കേൾക്കുന്നു, സൈഡിൽ നിന്ന് മ്ലാവിന് നേരെ കടുവ വന്നിരിക്കുന്നു. വണ്ടികൾ കണ്ടിട്ട് അത് ഉള്ളിലേക്ക് വലിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. വേട്ടയാണ്, അതിനുള്ള പുറപ്പാടാണ്. ചതുപ്പിൽ നിൽക്കുന്ന മ്ലാവുകൾ കടുവ പോയ വഴിയിലേക്ക് നോക്കി മണം പിടിച്ച് തല പൊക്കി പിടിച്ചു നിൽക്കുന്നു. തൊട്ടടുത്തായി കാട്ടുപോത്തുകൾ നിൽക്കുന്നുണ്ട്. അവയെ അധികം ഭയം കാണിക്കുന്നില്ല. കാരണം അവയെ അറിഞ്ഞിട്ടില്ല ഈ ജീവി തൊട്ടടുത്തായി വന്നു കഴിഞ്ഞുവെന്ന്.
വണ്ടികൾ നമുക്ക് ചുറ്റും നിരന്നിരുന്നു. കടുവ കാഴ്ചയിൽ കാണാൻ സാധ്യതയുണ്ടെങ്കിൽ അവിടുത്തെ ഡ്രൈവേഴ്സ് മറ്റുള്ളവരെയും വിവരം അറിയിക്കും. കടുവ കാഴ്ചകൾ കിട്ടിയ അവ പെട്ടെന്നൊന്നും നമുക്ക് മുന്നിൽ നിന്ന് പോവുകയുമില്ല. എന്നാൽ ഇത് വേട്ടയാണ്. ആ ദൃശ്യങ്ങൾ കിട്ടുക ഭാഗ്യമാണ്. കാത്തിരിപ്പ് ഞങ്ങൾ തുടർന്നു. വൈൽഡ് ലൈഫ് കാഴ്ചകളിൽ ഈ കാത്തിരിപ്പ് തന്നെയാണ് പ്രധാനം. നാനാച്ചിയുടെ ആ മനോഹര പ്രദേശത്ത് പച്ചപ്പിനുള്ളിലേക്ക് നോക്കി ഞങ്ങൾ മണിക്കൂറുകളാണ് ചെലവഴിച്ചത്. നമ്മുടെ സമയം തീർന്നിരിക്കുന്നു. സഫാരിയുടെ അവസാന സമയങ്ങളിലാണ് പലപ്പോഴും കാഴ്ചകൾ നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. അത് പൂർണ്ണമായി നമുക്ക് പകർത്താനും കഴിയാറില്ല. അത് സമയത്തിൻ്റെ ചില പ്രത്യേകതകൾ കൊണ്ട് തന്നെയാണ്. ഈ സമയങ്ങളിലാണ് ഈ ജീവികൾ ഇര പിടിക്കാൻ ഇറങ്ങാറുള്ളത്. എങ്കിലും കിട്ടിയ കാഴ്ചയിൽ തൃപ്തിയോടെ മടങ്ങുകയാണ്. കാഴ്ചകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ കാഴ്ചകൾ വീണ്ടും നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുക. പ്രകൃതിയിലേക്കുള്ള യാത്രകൾ തുടരുന്നു. വീണ്ടും കാണാം. ജൂബി കരിക്കാടൻ MTI.